BJP വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പൊളിഞ്ഞുപോയി. അത് ആദ്യം വളരെ വിശ്വസിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 2001 ഇവിടെ AK ആന്റണിയുടെ ഗവൺമെൻറ് 99 സീറ്റ് കിട്ടിയതിൻ്റെ പ്രധാന കാരണം ഡൽഹിയിൽ ഇതാ വന്നിരിക്കുന്നു, നമുക്ക് വിരുദ്ധമായിട്ടൊരു BJP സർക്കാർ, അവർ ശക്തി പ്രാപിച്ചിരിക്കുന്നു, അവർക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു, ഇനി ഇത് അടിച്ചമർത്തിയാൽ കേരളവും നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം കൂടെ ചേർന്ന് കമ്മ്യൂണിസ്റ്റുകാരനിൽ പലരും ഒക്കെ കൂടെ ചേർന്ന് AK ആന്റണിക്ക് അത്രയും വോട്ട് കൊടുത്ത് ഇവിടെ വിജയിപ്പിച്ചത്. പക്ഷേ കാലക്രമത്തിൽ അത് മാറി. നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. UP അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും പലരും പറയുന്നത് വികസനം, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹാരമൊക്കെ വന്നത് അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങ് പറയുന്നതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RSSന് ഇത്രയും പവിത്രമായ ലക്ഷ്യം, എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക, ആരെയും ആക്രമിക്കാതിരിക്കുക, മറ്റു മതസ്ഥരെയൊന്നും അവർ ആക്രമിക്കുന്നില്ല, മറ്റു മതസ്ഥർക്കെതിരെ ഒന്നും ഒരു അജണ്ടയും അവർക്കില്ല എന്ന് വരികിൽ എന്തിനാണ് ഈ RSSനെയും BJPയെയും ഒക്കെ തന്നെ ഇത്രയേറെ എതിർക്കുന്നത്? രാജ്യത്ത് അടക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ്, ഇവരെ എതിർക്കുകയാണ്. അത് ഓരോ ചെറിയ ഇൻസിഡൻറ്റിനെയും പെരുപ്പിച്ച് കാണിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന BJPയുടെ ഈ പോളിസി നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഗുണം ചെയ്തിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളും അതിഭയങ്കരമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ അവർ മാറ്റം വരുത്തുന്നുണ്ട്, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ അവർ മാറ്റം വരുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ചരൺ സിംഗിൻ്റെ നാടായിരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ചരൺ സിംഗിൻ്റെ നാടായ കിഴക്കൻ UPയിൽ ഇന്ന് വന്നിരിക്കുന്ന മാറ്റം, അവിടെ 10 വർഷമായി വിദേശത്തായിരുന്ന ഒരാൾ ഇവിടെ വന്നതിന് ശേഷം അവിടെ പോയതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി, ഞാൻ കുടുംബസമേതം പോയപ്പോഴാണ് റോഡ് മാറി, റെയിൽ സംവിധാനം മാറി, പാലം മാറി, നാടേ മാറിയിരിക്കുന്നു. ഇത് ചില പരസ്യത്തിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതുപോലെ അയാൾ എന്നോട് പറയുകയാണ്, ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അത് യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷമാണ് ആ മാറ്റമുണ്ടായത്, സമാധാനം ഉണ്ടായിരിക്കുന്നു, ഗുണ്ടകളുടെ ആക്രമണം കുറഞ്ഞിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അവർ പറയുകയാണ്. പോലീസ് രാജ് എന്നുള്ളത് മാറിയിട്ട് പോലീസിൻ്റെ അടുത്ത് നമുക്ക് ന്യായമായി പല കാര്യങ്ങളും പറയാൻ ചെല്ലാമെന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. വൈദ്യുതി, റോഡ്, വെള്ളം, ഇങ്ങനെയുള്ള ബേസിക് സൗകര്യങ്ങൾ വന്നിരിക്കുന്നു, അരി കിട്ടുന്നു, സാധാരണക്കാരൻ്റെ പോക്കറ്റിലേക്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നു, കർഷകൻ്റെ പോക്കറ്റിലേക്ക് കർഷകന് കിട്ടാനുള്ളത് വരുന്നു. പണ്ട് രാജീവ് ഗാന്ധി പരാതി പറഞ്ഞു വരുന്നത് 100 രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുമ്പോൾ 10 രൂപ മാത്രമേ കർഷകന് കിട്ടുന്നുള്ളതാണ്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് അക്കൗണ്ടിലേക്കാണ് കിട്ടുന്നത്. ആദിവാസികളുടെ കാര്യത്തിലും അദ്ദേഹം പറഞ്ഞിരുന്നത്. അതെ. അപ്പോൾ ഇത് ഈ മാറ്റമല്ല എന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.